2025 ശനിഗ്രഹം അതിന്റെ വക്രഗതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജ്യോതിഷത്തിൽ ശനി കർമ്മത്തിന്റെയും നീതിയുടെയും ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. ശനിയുടെ ചലനങ്ങൾ, വിശേഷിച്ച് വക്രഗതി കാലഘട്ടം, മുൻകാല പ്രവൃത്തികളുടെ ബലം നൽകുന്ന സമയമാണ്. 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ശനിയുടെ ഈ വക്രഗതി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയെല്ലാം നേട്ടങ്ങൾ നൽകുമെന്ന് വിശദമായി പരിശോധിക്കാം. തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഈ കാലയളവിൽ ശനിയുടെ വക്രഗതി മിഥുനം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ നൽകുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വെല്ലുവിളികളിലൂടെയും ആത്മപരിശോധനയിലൂടെയുമായിരിക്കും ഈ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതും പ്രധാനമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ വൈകാരിക തീവ്രതയുള്ളവരും ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നവരുമാണ്. അവർക്ക് ശക്തമായ നിരീക്ഷണ പാടവവും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുമുണ്ടാകും. ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതിനാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതവും നാടകീയവുമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ശനി മറുവശത്ത് സാവധാനത്തിലും എന്നാൽ സ്ഥിരതയോടെയും കാര്യങ്ങൾ നീക്കുന്ന ഗ്രഹമാണ്. അതിനാൽ ശനിയുടെ വക്രഗതി കാലഘട്ടം തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വാഭാവികമായ അക്ഷമയെയും വേഗതയെയും നിയന്ത്രിക്കാനും കൂടുതൽ ചിട്ടയായ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കാനും സഹായിക്കും. ഈ കാലഘട്ടം ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. മുൻകാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ തിരുത്താനും പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ജോലികൾ പൂർത്തിയാക്കാനും ശനിയുടെ വക്രഗതി അവസരമൊരുക്കും. ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ശനിയുടെ വക്രഗതി തൊഴിൽപരമായി ചില മന്ദഗതികൾക്ക് കാരണമായേക്കാമെങ്കിലും ഇത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ദിശാബോധം നൽകും. ഈ കാലയളവിൽ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് പുനർവിചിന്തനം നടത്താനും ദീർഘകാല ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും അവസരം ലഭിക്കും. മുൻകാലങ്ങളിൽ കഠിനാധ്വാനം ചെയ്തിട്ടും അർഹമായ അംഗീകാരം ലഭിക്കാത്തവർക്ക് ഈ കാലയളവിൽ അതിനുള്ള ബലം ലഭിക്കും. ഈ കാലയളവിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. എന്നാൽ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം അന്തിമ തീരുമാനമെടുക്കുക. നിലവിലുള്ള ജോലിയിൽ നിങ്ങളുടെ പ്രകടനം വിലയിരുത്തപ്പെടുകയും സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും സഹപ്രവർത്തകർക്കിടയിൽ ബഹുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. 2024 തുടർച്ചയായി 2025 തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് ചില പ്രവചനങ്ങളുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് മികച്ച സമയമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും. മുമ്പ് തടസ്സപ്പെട്ടിരുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കാൻ ഈ കാലയളവ് അനുയോജ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ കാലഘട്ടം സമ്മിശ്ര ഫലങ്ങൾ നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും നിക്ഷേപങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ അപ്രതീക്ഷിതമായി ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെ ഈ കാലയളവിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാകും. പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത്. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടിയതിനു ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഊഹക്കച്ചവടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. ശനിയുടെ വക്രഗതി ബന്ധങ്ങളെ പുനഃപരിശോധിക്കാനുള്ള ഒരു അവസരമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പഴയ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനും സാധിക്കും. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അകൽച്ച കുറയും. പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും. വിവാഹിതരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. വിവാഹം വൈകുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും അവസരം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. എന്നാൽ ശരിയായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ ആരോഗ്യപരമായ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യത്തിന് ഹാനികരമായ ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഈ കാലയളവ് നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യനില മെച്ചപ്പെടുത്താൻ സഹായിക്കും. വ്യായാമം, യോഗ, ധ്യാനം തുടങ്ങിയ പുതിയ ആരോഗ്യശീലങ്ങൾ ആരംഭിക്കാൻ ഇത് മികച്ച സമയമാണ്. ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ദീർഘകാലമായി അസുഖങ്ങൾ അലട്ടുന്നവർക്ക് ഈ കാലയളവിൽ ആശ്വാസം ലഭിക്കും. ശരിയായ ചികിത്സയിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും രോഗശാന്തി നേടാൻ സാധിക്കും. ശനിയുടെ വക്രഗതി ആത്മീയമായ ഉണർവിനും മാനസികമായ വളർച്ചയ്ക്കും കാരണമാകും. ഈ കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിയാനും വ്യക്തിത്വം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനവും സന്തോഷവും നൽകും.
ശനിയുടെ വക്രഗതി കാലഘട്ടം പൊതുവെ ഗുണകരമാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നിവ പ്രധാനമാണ്. മൊത്തത്തിൽ 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം തിരുവാതിര നക്ഷത്രക്കാർക്ക് ആത്മപരിശോധനയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമൊരുക്കും. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതിലൂടെ ഈ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറും. ശനിയുടെ വക്രഗതി കാലത്തെ ദോഷഫലങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കുകയില്ലെങ്കിലും ചിട്ടയായ ഈശ്വരഭജനത്തിലൂടെയും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അവയുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട ശനിപ്രീതിക്കുള്ള മാർഗങ്ങൾ നോക്കുമ്പോൾ ശനിയാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് ശനിപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് ഒരിക്കൽ ഊണെടുക്കുകയോ ലഘുഭക്ഷണം കഴിക്കുകയോ ചെയ്യാം. ഉപ്പ്, എണ്ണ എന്നിവ ഉപേക്ഷിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ശനീശ്വരന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. എള്ളുതിരി കത്തിക്കുക, എള്ളുപായസം നിവേദിക്കുക, നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുക എന്നിവയും ഉത്തമമാണ്. ശനി ഗായത്രി, ശനി സ്തോത്രങ്ങൾ എന്നിവ ദിവസവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിമൂല മന്ത്രം 108 തവണ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ശനിയാഴ്ചകളിൽ കറുപ്പ്, നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ എള്ള്, ഉഴുന്ന്, കറുത്ത വസ്ത്രം, എള്ളെണ്ണ, ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് കാരണമാകും. ഇത് അർഹതപ്പെട്ടവർക്ക് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നവർക്കും തൊഴിലാളികൾക്കും സഹായം നൽകുന്നത് ശനിക്ക് ഏറെ പ്രിയങ്കരമാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതിനാൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതും ദോഷപരിഹാരത്തിന് അത്യന്താപേക്ഷിതമാണ്. നാഗരാജാവിന് വിളക്ക് വെക്കുന്നതും പാല്, മഞ്ഞൾപ്പൊടി എന്നിവ സമർപ്പിക്കുന്നതും രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. ജന്മനക്ഷത്രം തോറും നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. രാഹുശാന്തി ഹോമം നടത്തുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. രാഹുമന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. ദുർഗാദേവിയെ ഭജിക്കുന്നതും രാഹുപ്രീതിക്ക് നല്ലതാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത രുദ്രനാണ്. അതിനാൽ ശിവഭജനം ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും രക്ഷാകവചമാണ്. തിങ്കളാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് ജലധാര, കൂവളത്തല സമർപ്പണം എന്നിവ നടത്തുന്നത് വളരെ നല്ലതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെയും അപകടങ്ങളെയും തരണം ചെയ്യാൻ സഹായിക്കും. ഓം രുദ്രായ നമഃ എന്ന മന്ത്രം തിരുവാതിര നക്ഷത്രക്കാർക്ക് ജപിക്കാൻ ഉത്തമമായ ഒന്നാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ പൊതുവായി ചെയ്യാവുന്ന ഉത്തമമായ ഒരു പരിഹാരമാണ്. മദ്യപാനം, ലഹരി ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുകയും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. ക്ഷമയും സഹനശക്തിയും ശീലിക്കുക. കാക്ക ശനിയുടെ വാഹനമാണ്. ദിവസവും കാക്കയ്ക്ക് ചോറോ എള്ളു ചേർത്ത ഭക്ഷണമോ നൽകുന്നത് ശനിപ്രീതിക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്താവ് ശനിയുടെ അതിദേവതയാണ്. അതിനാൽ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ വളരെ സഹായകമാണ്. ശനിയുടെ വക്രഗതി കാലയളവ് ഒരു പരീക്ഷണ കാലഘട്ടമായി കാണണം. ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും. അതിനാൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ തീരുമാനിക്കുന്നതിനോ മുൻപ് ഒരു ജ്യോതിഷ പണ്ഡിതന്റെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ഓർക്കുക, ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു വശം മാത്രമാണ്. നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും മനോഭാവവും ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും മുന്നോട്ട് പോയാൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാധിക്കും. ശനിയുടെ വക്രഗതി കാലം ഒരു ശിക്ഷാവിധിയായി കാണാതെ മുൻകാല കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തെറ്റുകൾ തിരുത്തി ആത്മശുദ്ധീകരണം നടത്താനുമുള്ള ഒരു അവസരമായി കണ്ട് അതിനെ നേരിടുക.